ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, VGR എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഡ്രിമ്മറാണ്. 653 രൂപയാണ് നമുക്ക് ആമസോണിൽ തന്നെ പ്രൈസ് വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ചെറിയ എന്തോ മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഡക്റ്റ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൊട്ടിച്ചിട്ടില്ല, നിങ്ങളുടെ മുമ്പിലാവാന്ന് വെച്ചിട്ട് പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കാം. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രൊഫഷണൽ അൺബോക്സിങ് അല്ലാത്തതുകൊണ്ടേ നമ്മളെടുത്ത് അതിൻ്റെ എന്താ പറയുക, നൈഫോ കാര്യങ്ങളൊന്നും കരുതിയിട്ടില്ല. പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കാനുള്ളൊരു ആകാംക്ഷയും അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, നമുക്ക് സിമ്പിളായിട്ട് അൺബോക്സ് ചെയ്യാൻ പറ്റി. എന്നാലും നമുക്ക് സാധനം പുറത്തേക്ക് എടുക്കാം. നമുക്കിതിനകത്ത് ഒരു ബില്ല് വരുന്നുണ്ട്. ജസ്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് പാക്കിംഗ് കറക്റ്റ് അടിപൊളിയായിട്ടുള്ള പാക്കിംഗ് ആണ്. MRP വന്നിട്ട് 2200 രൂപയാണ് MRP വരുന്നത്. കാണുന്നുണ്ടോയെന്നറിയില്ല, നോക്കാം. തിരിച്ചിട്ടാണല്ലേ. ഓക്കെ, മിറർ ഇമേജ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. 2200 രൂപയാണ് ഇതിൽ വരുന്നത്. നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഇത് വെച്ചിട്ട് വേണം കവർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അൺബോക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മൊബൈലൊക്കെ എടുക്കുന്ന പോലെ ആവുന്നുണ്ട്. ഇതിൽ കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. GB പ്രൊഫഷണൽ ഹെയർ ട്രിമ്മർ, 4 പീസ് ഗൈഡ് കോംബോ, 3, 6, 9, 12 mm ആ ഒരു സൈസിലുള്ള ബ്ലേഡുകൾ ഇതിലുണ്ട്. ചാർജിങ് ടൈം 1.5 മണിക്കൂർ, വർക്കിംഗ് ടൈം 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ്. ഉണ്ടോ, ഇതെല്ലാം സെയിം സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ പല ലാംഗ്വേജിലാണെന്ന് മാത്രം. നമുക്കുള്ളത് ഫസ്റ്റ് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, ഇത് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയൊക്കെ പല സ്പാനിഷും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്നാലും നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗുഡ് ക്വാളിറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡ്രിമ്മർ പുറത്തെടുക്കാം. ഡാമേജ് ആവാത്ത രീതിക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് ഡ്രിമ്മറൊന്ന് പുറത്തെടുത്ത് നോക്കാം. അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. സ്വിച്ച് ഓൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അറിയാതെ ഓണായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ട് ഇതാണ്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ബ്ലേഡിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഏറ്റവും കുറവ് 0 സൈസിൽ കണ്ടില്ലേ, ഏറ്റവും 0 സൈസിലാണ് കിടക്കുന്നത്. അവിടെ ഏറ്റവും ചെറുത്, എൻ്റെ കുറച്ച് വലുത്, എൻ്റെ കുറച്ച് വലുത്, ഈ ഒരു ടൈപ്പിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇൻപുട്ട് വോൾട്ട് 5 വോൾട്ട് 1 ആംപിയർ ആണ്. 1.5 മണിക്കൂർ ചാർജിങ് ആണ് പറയുന്നത് ഫുൾ ടൈമിന്. ഇതാണ് അഡാപ്റ്റർ വരുന്നത്. നമുക്കിനി ഡ്രിമ്മർ മാറ്റി വെച്ചിട്ട് ബാക്കി എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നോക്കാം. നമുക്ക് ബോക്സിൽ ബാക്കി ഐറ്റംസ് നോക്കാം. ഡ്രിമ്മർ ഇപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ഈ ഒരു ഓയിൽ വരുന്നുണ്ട്, നമ്മുടെ റസ്റ്റ് ഫ്രീ ആകാൻ വേണ്ടിയിട്ടുള്ളതാവുന്നുണ്ട്. ഇടയ്ക്ക് ഉപയോഗിക്കേണ്ട സംഭവമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. മൊബൈലിൽ നിന്നൊക്കെ
മൊബൈൽ അഡാപ്റ്റർ എന്നൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് അഡാപ്റ്ററാണ്. നമുക്ക് ഏത് മൊബൈലിൻ്റെ അല്ലെങ്കിൽ USB 5 വോൾട്ടിൻ്റെ എല്ലാ ഇതൊന്നൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്കിൽ നിന്നൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷാണ്. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ഐറ്റംസ് ഉണ്ട്. 1 2 3 4 ഇത്രയും ഐറ്റംസാണ് ഇതിനകത്ത് നമുക്ക് എന്താ പറയുക സൈസ് ഇതാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഇത് യൂസർ മാനുവലുണ്ട്. വലുത്താണ്, പല ലാംഗ്വേജിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ജസ്റ്റ് വായിക്കുന്നൊന്നുമില്ല. എന്തായാലും അതുപോലെ തന്നെ തിരിച്ചു വയ്ക്കാം. എന്നിട്ടൊന്ന് ചാർജ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, ബോക്സിലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഡ്രം ചെയ്ത് നോക്കാം. ഏറ്റവും 0-ലിട്ടിട്ട് ഏറ്റവും ചെറിയ സൈസിലിട്ടിട്ട് നമുക്കൊന്ന് ഡ്രം ചെയ്ത് നോക്കാം. ഇരട്ടക്കൈ ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആവുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഫോണൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രിം ചെയ്ത് നോക്കാം. ഞാൻ ഈ സൈഡിൽ കുറച്ച് നോക്കിയപ്പോൾ ഇടതേണ്ടായിരുന്നു, അപ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഫോൺ കറക്റ്റായിട്ട് സ്ഥലത്ത് വെച്ചിട്ട് നേരെ അതിൽ ചെയ്ത് നോക്കുന്നുണ്ട്. നീറ്റാണ്, വളരെ സ്മൂത്തായിട്ട് പോരുന്നുണ്ട്. നമ്മളിപ്പോൾ ചാർജ് ചെയ്യാതെയാണ് സത്യം പറഞ്ഞ് ഉപയോഗിക്കുന്നത്. കാണുന്നുണ്ടാവും. ഫോണിലായതുകൊണ്ട് എനിക്കും ക്ലിയർ ആയിട്ട് എത്ര സ്ഥലത്തുണ്ടെന്നും കാണാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. ഇപ്പം എന്തായാലും അവൻ്റെ മീശ പൊങ്ങി നിൽക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു ട്രിമ്മറിൽ പോവാ തന്ന. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇനി എന്തായാലും കണ്ണിൽ നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫുള്ള് നീറ്റ് ആക്കണം. കുഴപ്പമില്ല, പെട്ടെന്ന് ആവുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് ചാർജ് ചെയ്തിട്ടില്ല, എന്തായാലും ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളൊരു ആഫ്റ്റർ 2 months ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്.